अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज मैं फिर सहाबा मसीह मौद अलैहिस्सलाम के कुछ वाक़यात पेश करूँगा. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ ഏതാനും സംഭവങ്ങൾ കേൾപ്പിക്കുന്നതായിരിക്കും. ഇത് അവർ അഹ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അവരിലുണ്ടായിരുന്ന ധൈര്യത്തെയും ധീരതയെയും കുറിച്ചാണ്. അതുപോലെ തന്നെ അവർ എത്രമാത്രം ഗഹനതയോടെ ദീനിനെയും ഖുർആനെയും മനസ്സിലാക്കാൻ പരിശ്രമിച്ചു എന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ മനസ്സിലായാൽ, സ്വീകരിച്ചാൽ പിന്നീട് ഇസ്ലാഹിനായി എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ സഹിച്ചു. രജിസ്റ്റർ റിവായത്തെ സഹാബയിൽ നിന്ന് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഞാൻ ശേഖരിപ്പിച്ചിട്ടുണ്ട്. വിവിധ അവസരങ്ങളിൽ സമയോചിതമായി അത് ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും ഈ സമയത്ത് അവരുടെ ധൈര്യവും ധീരതയും പ്രകടമാകുന്ന ഏതാനും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. മിയ അബ്ദുൽ അസീസ് സാഹിബ് മുഗൾ സാഹിബ് എന്ന പേരിൽ അദ്ദേഹം സുപരിചിതനായിരുന്നു. റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഞാനും അയ്യൂബ് ബേഗും മൗലവി അബ്ദുള്ള ടോങ്കി സാഹിബിന്റെ വീട്ടിൽ പോയി. മൗലവി അബ്ദുള്ളയോട് മിർസ അയ്യൂബ് ബേഗ് ചോദിച്ചു, താങ്കൾ ഞങ്ങളെയും ഞങ്ങളുടെ യജമാനരെയും, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാഫിർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? മൗലവി സാഹിബ് ഓറിയന്റൽ കോളേജിൽ അറബിയുടെ പ്രൊഫസറായിരുന്നു. കുഫർ ഫത്വയിൽ അദ്ദേഹവും തന്റെ മുദ്ര പതിപ്പിച്ചിരുന്നു. മിർസ അയ്യൂബ് ബേഗ് സാഹിബിന്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു, ഇന്ന മൗലവിമാരായ മൗലവി ഗുലാം ദസ്തഗീർ കസൂരി, മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, മൗലവി നദീർ ഹുസൈൻ ദഹലവി, മൗലവി അബ്ദുൽ ജബ്ബാർ ഗസ്നവി എന്നിവരെല്ലാം ഫത്വ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും എഴുതി. മിർസ അയ്യൂബ് ബേഗ് സാഹിബ് അദ്ദേഹത്തോട് വളരെ ധൈര്യത്തോടെ പറഞ്ഞു, ഇവരെല്ലാവരും നരകത്തിൽ പോവുകയാണെങ്കിൽ താങ്കളും ഇവരോടൊപ്പം നരകത്തിൽ പോകുമോ? ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മിർസ സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതുവരെ എഴുതപ്പെട്ടിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും വീട്ടിൽ പോയി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, 3 മാസം താങ്കൾ ഇവയെല്ലാം പാരായണം ചെയ്താലും. 3 മാസത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും ചെന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുട്ടികളാണ്. ഇവർ രണ്ടുപേരും യുവാക്കളായിരുന്നു. പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധ്യമല്ല, കാരണം നിങ്ങൾ കുട്ടികളാണ്. മിർസ അയ്യൂബ് ബേഗ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ BA പാസ്സായ ആളാണ്, വിദ്യാസമ്പന്നനാണ്. താങ്കൾക്ക്
ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴെങ്കിലും അറബി പഠിക്കേണ്ടി വരികയാണെങ്കിൽ താങ്കളിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. അഥവാ താങ്കളുടെ ചിന്താഗതി അനുസരിച്ച് ഞങ്ങൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കണക്കെടുപ്പോ ചോദ്യമോ ഇല്ല എന്ന് താങ്കൾക്ക് എഴുതി നൽകാൻ സാധിക്കുമോ? അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മൂന്നാം പ്രാവശ്യം ഞങ്ങൾ വീണ്ടും പോയി. ഖാജ കമാലുദ്ദീന്റെ ഭാര്യാപിതാവ് ഖലീഫ റജബുദ്ദീനെ കൂടെ കൂട്ടി കൊണ്ടുപോയി. കാരണം അദ്ദേഹം വൃദ്ധനായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള കാരണം ഇപ്രാവശ്യവും നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ ഖലീഫ സാഹിബിനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കും. അപ്പോൾ മൗലവി അബ്ദുള്ള ഖലീഫ റജബുദ്ദീൻ സാഹിബിനോട് അപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതായത് മുസ്ലിങ്ങൾ ആട്ടയുടെയും പരിപ്പിന്റെയും മൺകലങ്ങളുടെയും കടകൾ തുറന്നത് വളരെ നല്ല കാര്യമാണ് എന്നെല്ലാം എഴുതുന്നു. ഇത് ലേക്കറാമിന്റെ വധത്തിന് ശേഷമുള്ള സംഭവമാണ്. അപ്പോൾ അയ്യൂബേഗ് മൗലവി അബ്ദുള്ളയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖിയാമത്ത് ദിവസം ഞാൻ ഇതുപോലെ മൗലവി അബ്ദുള്ളയുടെ കൈപിടിച്ചുകൊണ്ട് പറയും, അള്ളാഹുവെ, 3 പ്രാവശ്യം ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നുപോയി. എന്നാൽ ഇദ്ദേഹം ഞങ്ങൾ എന്തുകൊണ്ടാണ് കാഫിറായത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി തന്നില്ല. ഇത് കേട്ടപ്പോൾ മൗലവി അബ്ദുള്ള ടോങ്കി പറഞ്ഞു, ഞാൻ അതിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. അത് കേട്ടപ്പോൾ അയ്യൂബേഗ് സാഹിബ് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ താങ്കൾക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതല്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. പിന്നീട് അയ്യൂബേഗ് തന്റെ ജീവിതത്തിൽ ഈ പ്രതിജ്ഞ പാലിച്ചു. ഞാനും മൗലവി അബ്ദുള്ളയുടെ ജീവിതം വരെ ഇത് പാലിച്ചു. നാമധാരികളായ വിദ്യാസമ്പന്നരുടെ ഈ രീതി അന്നു മുതൽ ഇന്ന് വരേക്കും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രന്ഥങ്ങൾ വായിക്കാറില്ല, അല്ലെങ്കിൽ ഏതാനും പേജുകൾ വായിക്കും, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭവും സാഹചര്യവും നോക്കാതെ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടേത് കണ്ടുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. കാരണം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന സംഭവങ്ങളിൽ കൂടുതലും ഇപ്രകാരമാണ്. പാകിസ്ഥാനിലെ മൗലവിമാർ ഐക്യകണ്ഠേന അഹമ്മദികൾ കാഫിറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവർ കാഫിറുകളാണ്, ഞങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ പരമ്പര അഹമ്മദിയത്തിന്റെ ആരംഭം മുതൽ തുടങ്ങിയതാണ്. ഇന്നും അത് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹദ്റത്ത് മുൻഷി കാസി മെഹബൂബ് ആലം സാഹിബ് വിവരിക്കുന്നു, കുറച്ചു ദിവസം ഇദ്ദേഹം സ്കൂളിൽ പോയില്ല. 4ാം ദിവസം ഇദ്ദേഹം സ്കൂളിൽ പോയി. അപ്പോൾ എന്നോട് ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് മിർസ റഹ്മത്ത് അലി സാഹിബ് ഓഫ് ടസ്ക എന്നായിരുന്നു, അദ്ദേഹം അഞ്ജുമൻ ഹമായത്തെ ഇസ്ലാമിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിനടുത്ത് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ 4 ദിവസം എവിടെയായിരുന്നു? ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കാദിയാനിൽ പോയതായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ബൈഅത്ത് ചെയ്താണോ വന്നത്? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആരോടും പറയരുത്, ഞാനും അഹമ്മദിയാണ്, ഞാനും ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ആരോടും പറയാറില്ല, കാരണം ആളുകൾ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ കാര്യം രഹസ്യമായി വെക്കുന്നതല്ല, എന്ത് തന്നെ സംഭവിച്ചാലും ശരി. അങ്ങനെ ഞങ്ങളുടെ അധ്യാപകൻ മൗലവി സൈനുലാബിദ്ദീൻ സാഹിബ്, അദ്ദേഹം മൗലവി ഗുലാം റസൂൽ കിലാംവാലയുടെ സഹോദരി പുത്രനും ഞങ്ങളുടെ ഖുർആന്റെയും ഹദീസിന്റെയും ഉസ്താദുമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ അഹമ്മദിയായിരിക്കുന്നു. അത് കേട്ട് അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു. ദിവസം തോറും എന്നെ കൂടുതൽ വിഷമിപ്പിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മീർസായെ വിശ്വസിച്ചവൻ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചവനാണ്. എന്നോട് അദ്ദേഹം എല്ലായ്പ്പോഴും പറയാറുണ്ടായിരുന്നു, നീ തൗബ ചെയ്ത് ബൈഅത്ത് ദുർബലപ്പെടുത്ത്. എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തോട് മസീഹിന്റെ ജീവൽ മരണ പ്രശ്നത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അതിനൊന്നും അദ്ദേഹം ഒരു മറുപടിയും നൽകാറുണ്ടായിരുന്നില്ല. എന്നാൽ എതിർപ്പിൽ ഇത്രമാത്രം രൂക്ഷത കൈവരിച്ചു. അദ്ദേഹത്തിന്റെ പീരിയഡ് തുടങ്ങുമ്പോൾ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയും, ഓ മിർസായി, ബെഞ്ചിൽ എഴുന്നേറ്റ് നിൽക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് ബെഞ്ചിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. എന്നിട്ട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം പറയും, നീ മീർസായിയാണ്, കാഫിറാണ്. ആ തെറ്റ് തന്നെ മതിയായ തെറ്റാണ്. കുറച്ചുകാലം ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ പീഡനം സഹിച്ചു. പിന്നീട് ഒരു ദിവസം ഞാൻ ചിന്തിച്ചു, ആ മുസ്ലിമായ പ്രിൻസിപ്പലിനോട്, അദ്ദേഹത്തിന്റെ പേര് ഹാക്കിം അലി എന്നായിരുന്നു, എന്തുകൊണ്ട് ഞാൻ പോയി പരാതി പറയുന്നില്ല? ചില അധ്യാപകർ എന്നെ ഞാൻ അഹമ്മദിയായി എന്ന കാരണം കൊണ്ട് പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മതപരമായ അഭിപ്രായ വ്യത്യാസം കാരണം ഒരു ടീച്ചറും ഒരു കുട്ടിയെയും ശിക്ഷിക്കാൻ എന്ന ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. അങ്ങനെ ഈ ഓർഡർ വന്നതിന് ശേഷം മൗലവി സൈനുൽ ആബിദീൻ സാഹിബും
അദ്ദേഹത്തിന്റെ ചിന്താഗതിയുള്ള മറ്റ് അധ്യാപകരും അല്പം അയഞ്ഞു. അങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നതിൽ അല്പം കുറവുണ്ടായി. ഈ സംഭവങ്ങൾ 100 വർഷം പഴയതല്ല, ആ ജഹാലത്തിന്റെ കാലഘട്ടത്തിലേതല്ല, മറിച്ച് ഇന്നും പാകിസ്ഥാനിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും കുട്ടികളോട് ഈ വിധത്തിലാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ കത്തെനിക്ക് ലഭിച്ചു. അവന് വളരെ നല്ല മാർക്ക് ലഭിച്ചിരുന്നു. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവന് കോളേജിൽ പ്രവേശനം ലഭിച്ചിരുന്നു. അങ്ങനെ ഫീസ് അടക്കാനായി ചെന്നപ്പോൾ അവിടെ നടത്തിപ്പുകാരുടെ ഏതാനും ഓഫീസർമാർ ഉണ്ടായിരുന്നു. എങ്ങനെയോ അറിയാൻ കഴിഞ്ഞിരുന്നു അവൻ അഹമ്മദിയാണ് എന്ന്. അവർ ചോദിച്ചു, നീ അഹമ്മദിയാണോ? അവൻ പറഞ്ഞു, അതെ, ഞാൻ അഹമ്മദിയാണ്. അവർ പറഞ്ഞു, ഇതാ പിടിച്ചോ, നിന്റെ പണം, നിന്റെ പ്രവേശനം ക്യാൻസലാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ കണ്ടുപോകരുത്, കണ്ടുപോയാൽ നിന്റെ കാലൊടിച്ചു കളയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതാനും ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയുടെ കത്തെനിക്ക് ലഭിച്ചു. അവൾക്ക് വളരെ നല്ല മാർക്ക് ലഭിച്ചിരുന്നു. പഠനത്തിൽ വളരെ ബുദ്ധിമതിയാണ്. എന്നാൽ ബോർഡിന്റെ പരീക്ഷയ്ക്കുള്ള പ്രവേശന ഫോറത്തിൽ ഇപ്പോൾ അവർ പുതിയ ഫോറം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ഫോറമാണ്. അതിൽ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. മുസ്ലിമാണോ അതോ അമുസ്ലിമാണോ? മുമ്പ് നമ്മുടെ കുട്ടികൾ അഹമ്മദി എന്നാണ് എഴുതാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. ഈ പെൺകുട്ടി പറയുന്നു, താങ്കൾ പറഞ്ഞിട്ടുണ്ട് മുസൽമാൻ എന്നെഴുതണം, അതുകൊണ്ട് ഞാൻ മുസൽമാൻ എന്ന കോളത്തിൽ മാർക്ക് ചെയ്തു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചീത്ത വിളിക്കാനുള്ള ഡിക്ലറേഷന്റെ ഭാഗത്ത് ഞാൻ ഒന്നും എഴുതാത്തത് കൊണ്ട് 2-3 പ്രാവശ്യം എന്റെ പ്രവേശനം ക്യാൻസലായിപ്പോയി. ഈ പീഡനം സ്കൂളിലെ നല്ല ബുദ്ധിയുള്ള കുട്ടികളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രിൻസിപ്പൽ നീതിനിഷ്ഠനായിരുന്നു. അദ്ദേഹം കുറച്ച് നീതി കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് കാണിച്ചിരുന്ന കാഠിന്യം ഇല്ലാതായി. എന്നാൽ ഇന്ന് ഭരണവ്യവസ്ഥയുടെ നിയമത്തിന്റെ കീഴിൽ ഈ അനീതി അതിന്റെ പാരമ്യതയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണം കൊണ്ട് ഒരുപാട് കുട്ടികൾ വ്യാകുലചിത്തരാണ്. എന്നിരുന്നാലും ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ യുവാക്കളിൽ ഈ അക്രമത്തോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈമാനും ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹദ്റത്ത് മെഹർ ഗുലാം ഹസൻ സാഹിബ് തന്റെ ബയ്യത്തിന്റെ സംഭവം വിവരിക്കുന്നു. ഞാനും മൗലവി ഫസലുദ്ദീൻ സാഹിബും ഇരിക്കുകയായിരുന്നു. റഹീം ബക്ഷ് സാഹിബ് എന്ന പേരുള്ള ദർദി സമുദായത്തിൽപ്പെട്ട ഒരാൾ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മൗലവി സാഹിബ്, ഇന്ന് ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഞാൻ അതിനുള്ള കാരണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, ഹാമിദ് ഷാ ഒരു മലക്കിനെ പോലുള്ള ദൈവീക മനുഷ്യനാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഒരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹം തന്റെ അമ്മാവൻ ഉമർ ഷായോട് പറഞ്ഞു, അമ്മാവ, ഹസ്രത്ത് ഇബ്നു മറിയമിനെ കുറിച്ച് താങ്കളുടെ ചിന്താഗതി എന്താണ്? അദ്ദേഹം പറഞ്ഞു, മകനെ, എന്റെ വിശ്വാസം അദ്ദേഹം ജീവനോടെ ആകാശത്ത് ഉണ്ട് എന്നും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉമ്മത്തെ മുഹമ്മദയുടെ പരിഷ്കരണത്തിനായി വീണ്ടും വരും എന്നാണ്. ഷാ സാഹിബ് പറഞ്ഞു, മാമു സാഹിബ്, ഇന്നു മുതൽ താങ്കൾക്ക് എന്റെ ഇമാമാകാൻ സാധ്യമല്ല. കാരണം ഈ വിശ്വാസം ഷിർക്കൻ വിശ്വാസമാണ്. അതായത് ഒരു മനുഷ്യൻ എന്തെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എല്ലായ്പ്പോഴും നിലനിൽക്കുന്നവനുമാണെന്ന വിശ്വാസം. രണ്ടാമത്തെ കാര്യം, ഈ വിശ്വാസം കാരണം പ്രപഞ്ചത്തിന്റെ നേതാവായ സയ്യിദോ മൗല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം അപമാനം ഉണ്ടാകുന്നു. അതായത് അദ്ദേഹം ഭൂമിയിൽ മറയടക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഹദ്റത്ത് ഈസായെ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ഉമർ ഷാ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ലത് മകനെ, ഇനി താങ്കൾ മുന്നിൽ നിന്നാലും ഞാൻ പിന്നിൽ നിൽക്കാം. പറയുന്നു, ഈ കാര്യം കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, മസീഹ് മരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മസീഹ് ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ തൗഹീദിന് ഒരുപാട് വ്യത്യാസം വരും. താങ്കൾ ഞാൻ അഹമ്മദിയാണ് എന്ന് ധരിച്ചു പോകരുത്. ഞാൻ ഇതുവരെ അഹമ്മദിയായിട്ടില്ല. എന്നാൽ മീർസ സാഹിബിന്റെ ഈ കാര്യം തീർച്ചയായും സത്യസന്ധമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുക എന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ സാധ്യമല്ല. മൗലവി സാഹിബ് എന്റെ വായക്ക് മുമ്പിൽ കൈവച്ചു. ഞാൻ ചോദിച്ചു, മൗലവി സാഹിബ് എന്തിനാണ് തടയുന്നത്? മൗലവി സാഹിബ് പറഞ്ഞു, അഥവാ മസീഹ് മരിച്ചു എന്ന വിശ്വാസമാണ് താങ്കൾക്കുള്ളതെങ്കിൽ ഇത്രയധികം ആവേശം കാണിക്കേണ്ട ആവശ്യം എന്താണ്? താങ്കൾ വിശ്വസിച്ചു എങ്കിൽ മിണ്ടാതെ അടങ്ങിയിരിക്കുക. പറയുന്നു, ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, മസ്ജിദിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയും, അഥവാ ഹസ്രത്ത് ഈസ ആകാശത്ത് ഉണ്ട് എങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപമാനത്തിന് കാരണമാണ്. ഇത് എന്റെ ജീവന് സഹിക്കാൻ സാധ്യമല്ല. ഞാൻ ചെന്ന ഉടനെ എന്റെ പിതാവിന് മനസ്സിലാക്കി കൊടുത്തു.
എന്റെ മൂത്ത സഹോദരൻ ഗുലാം ഹുസൈനും അദ്ദേഹം അറഫാക്കാരുടെ അമീർ ജമാഅത്തായിരുന്നു. അവർ രണ്ടുപേരും എന്റെ വാക്കുകൾ കേട്ട് ജ്വലിച്ച് കനൽക്കട്ടകളായി മാറി. എന്റെ പേര് ദജ്ജാൽ എന്നും ശബ്ദനെന്നും വെച്ചു. നാളെ എന്നെ മൗലവിമാർ ആക്രമിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ രാത്രി ഞങ്ങൾ മസ്ജിദിൽ നിന്നും തടഞ്ഞ ഈ അഹമ്മദിയെ ഒരു പരിചാരകനെ വിട്ട് വിളിപ്പിച്ചു. ഇദ്ദേഹം ഇതുവരെ അഹമ്മദിയായിരുന്നില്ല. തന്റെ വിശ്വാസം വിവരിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നു, ഞാൻ എന്റെ വിശ്വാസം വിവരിച്ചപ്പോൾ പിതാവിൽ നിന്നും സഹോദരനിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി മൗലവിമാരും എന്റെ പിറകെ കൂടും. അതുകൊണ്ട് ഞങ്ങൾ മസ്ജിദിൽ നിന്നും പുറത്താക്കിയ അഹമ്മദിയെ ഞാൻ വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മിർസ സാഹിബ് വഫാത്തെ മസീഹിനായി എന്തെങ്കിലും തെളിവുകൾ നൽകിയിട്ടുണ്ടോ, അതോ വെറുതെ അങ്ങനെ പറഞ്ഞതാണോ? അദ്ദേഹം പറഞ്ഞു, 30 ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുത പരതന്ത്രനായി പറഞ്ഞു, ഞങ്ങൾ രാത്രിയും പകലും ഖുർആൻ ഓതുന്നു, ഞങ്ങൾക്കിതറിയാൻ സാധിച്ചിട്ടില്ല. ഇതെന്താണ് കാര്യം? നമുക്ക് ഒരു ആയത്ത് പറഞ്ഞു തന്നാലും. അദ്ദേഹം എനിക്ക് 7-ാം ജുസുവിലെ ഫലമ്മാ തവഫൈതനി എന്ന ആയത്ത് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി ഒരു മൗലവിക്കും എന്നെ നേരിടാൻ സാധ്യമല്ല. ഫജറിന്റെ സമയത്ത് മൗലവി ഗുലാം ഹുസൈൻ സാഹിബ്, മൗലവി ഫൈസുദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ മറ്റു 2-3 ആളുകളും എന്റെ സഹോദരനോടൊപ്പം വന്നു. ഞാൻ മസ്ജിദിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. മൗലവി ഗുലാം ഹുസൈൻ പറഞ്ഞു, താങ്കൾ എന്തുകൊണ്ടാണ് മസീഹിന്റെ ശത്രുവായിരിക്കുന്നത്? ഞാൻ ചോദിച്ചു, മൗലവി സാഹിബ്, ഞാൻ എന്ത് ശത്രുതയാണ് കാണിച്ചത്? അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ സഹോദരൻ പറയുന്നു ഇവൻ മസീഹിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നു എന്ന്. അതായത് സഹോദരൻ പരാതി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, എന്ത് ചെയ്യാനാണ്? അദ്ദേഹം സ്വയം തന്റെ മരണം ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ ഉദാഹരണം വാദി അലസനും സാക്ഷി ഉന്മേഷവാനും എന്ന് പറയുന്നത് പോലെയാണ്. ഈ മൗലവി സാഹിബ് ചോദിച്ചു, ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? അതായത് മസീഹ് സ്വയം തന്റെ മരണത്തെ ഏറ്റുപറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ. അദ്ദേഹം പറഞ്ഞു, ഏത് ഖുർആനിൽ? മിർസ സാഹിബ് ഉണ്ടാക്കിയ ഖുർആനിലോ? ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, അല്പം സ്വബോധത്തോടെ സംസാരിച്ചാലും അള്ളാഹുവിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു പറയുന്നു, എന്റെ ഖുർആന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. എന്നിട്ട് താങ്കൾ മിർസ സാഹിബ് ഖുർആൻ ഉണ്ടാക്കിയെന്നാണോ പറയുന്നത്? അല്പം ബുദ്ധി പ്രയോഗിച്ചാലും. ചോദിച്ചു, എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ 7-ാമത്തെ ജുസുവിലെ ആയത്തോതി പറഞ്ഞു, ഞങ്ങൾ നിനക്ക് ഒരു ബുദ്ധി പറഞ്ഞു തരാം. അതായത് ഈ അവിശ്വാസികളുമായി, അതായത് അഹമ്മദികളുമായി യാതൊന്നും തന്നെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്ന് മാത്രമല്ല, അവരുടെ കണ്ണുകളിൽ പോലും നോക്കരുത്. കാരണം നോക്കിയാലും സ്വാധീനത്തിൽപ്പെട്ടു പോകും. ഈ 2 കാര്യങ്ങളും ഓർത്തിരുന്നാൽ നീ രക്ഷപ്പെടും. പറയുന്നു മൗലവി സാഹിബ്, സത്യത്തിന്റെ സ്വാധീനം ഈ വിധത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. താങ്കൾ എനിക്ക് പറഞ്ഞു തരുന്ന ഈ ബുദ്ധി സത്യത്തിന്റെ അടയാളമാണ്. മൗലവി സാഹിബ് തിരിച്ചുപോയി. എന്റെ എതിരാളിയായിരുന്ന സഹോദരൻ നൈറോബിയിലും പോയി. ഞാൻ ബയ്യത്ത് ചെയ്തു. പിതാവിനും ഭാര്യയ്ക്കും മനസ്സിലാക്കി കൊടുത്തു, അഥവാ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. സഹോദരന് നൈറോബിയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം 10 മാസത്തിന് ശേഷം തിരിച്ചു വന്നു. ഉടനെ തന്നെ ബയ്യത്ത് ചെയ്തു. ഈ സംഭവം എഴുതുമ്പോൾ പറയുന്നു, ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ മഹലിൽ 50 സഹോദരങ്ങൾ അഹമ്മദികളായിട്ടുണ്ട്. ഇന്നും ആളുകളോട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരോട് സംസാരിക്കരുത്, ഇവരുടെ കണ്ണുകളിൽ നോക്കരുത്. ഇത് കേവലം ഇന്നത്തെ കാര്യമല്ല. ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിച്ച കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഹദ്റത്ത് തുഫൈൽ ഇബ്നു അംർ ദോസിയുടെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ മക്കയിൽ വന്നപ്പോൾ ഖുറൈശികൾ എന്നോട് പറഞ്ഞു, താങ്കൾ വളരെ അഭിവന്ദ്യനായ നേതാവാണ്, വളരെ ഗ്രാഹ്യമുള്ള ഒരു കവിയാണ്. താങ്കൾ ഞങ്ങളുടെ ദേശത്ത് വന്നതുകൊണ്ട് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ഒരാൾ വാദമുന്നയിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങളെ ഛിന്നഭിന്നമാക്കിയിരിക്കുന്നു. അയാളുടെ വാക്കുകളിൽ ഇന്ദ്രജാലമുണ്ട്. അതുമൂലം പിതാവും പുത്രനും ഭാര്യയും ഭർത്താവും സഹോദരനും പരസ്പരം വേർപിരിയുന്നു. അയാളുടെ വാക്കുകൾ കേട്ടാൽ താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും അതേ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അയാളോട് സംസാരിക്കുകയോ അയാളുടെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യരുത്. പറയുന്നു, നിഷേധികൾ ഇത്രമാത്രം നിർബന്ധം പിടിച്ചു. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തു.
കഅബയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ചെവിയിൽ പതിക്കുമോ എന്ന ഭയനിമിത്തം ചെവികളിൽ പഞ്ഞിവെച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്നു. എന്നാൽ അള്ളാഹുവിന്റെ തക്ദീർ കൊണ്ട് അദ്ദേഹത്തിന്റെ ഏതാനും വാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ പറഞ്ഞു, നീ നശിച്ചു പോകട്ടെ, നീ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, കവിയാണ്, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അഥവാ നല്ലതാണെങ്കിൽ വിശ്വസിക്കണം, മോശമാണെങ്കിൽ ഉപേക്ഷിക്കണം പറയുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. ഏതുവരെ എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാനും അദ്ദേഹത്തിന്റെ പിറകെ പോയി. റസൂൽ തിരുമേനി വീട്ടിലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ സമുദായം താങ്കളെക്കുറിച്ച് എന്നോട് ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്നെ ഇത്രമാത്രം നിർബന്ധ ബുദ്ധിയോടെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഭയം കാരണം എന്റെ ചെവികളിൽ പഞ്ഞികുത്തി നിറച്ചു. താങ്കളുടെ വാക്കുകൾ വല്ലവിധേനയും എന്റെ ചെവിയിൽ പതിക്കാതിരിക്കാനായി. എന്നാൽ അള്ളാഹുവിന്റെ തക്ദീർ എന്നെ ഏതാനും വാക്കുകൾ കേൾപ്പിച്ചു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചു. പറയുന്നു, അള്ളാഹു ആണ് സത്യം. ഇതിലും മനോഹരമായ കലാം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല. ഇതിനേക്കാൾ നല്ല മറ്റൊരു കാര്യവുമില്ല. അങ്ങനെ അദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് ഇത് എതിരാളികളുടെ എല്ലായ്പ്പോഴത്തെയും രീതിയാണ്. ഇന്ദ്രജാലം ഉണ്ടാകാറുണ്ട് എങ്കിൽ അത് എതിരാളികളിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത്, ഒരിക്കലും അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അള്ളാഹു തെളിവായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് ഇന്ദ്രജാലം ഒരിക്കലും വിജയിക്കുന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ദ്രജാലം വിജയിക്കുന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇന്ദ്രജാലമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതും അവർ സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹദ്റത്ത് ഖലീഫ നൂറുദ്ദീൻ സാഹിബ് സക്കിന ജമ്മു എഴുതുന്നു. ഇദ്ദേഹം ജമ്മുവിൽ താമസിക്കുന്ന ആളായിരുന്നു. ഖലീഫ നൂറുദ്ദീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എഴുതുന്നു, ഞാൻ മൗലവി അബ്ദുൽ വാഹിദ് സാഹിബ് ഗസനവിക്ക് 1 വർഷത്തോളം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, മിർസ സാഹിബിൽ ഉലമാക്കൾ കുഫറിന്റെ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാവിലും മൗലവിമാർ കുഫർ ഫത്വ നൽകിയിരുന്നില്ലേ? അതിനുശേഷം അദ്ദേഹം ഒരു മൗലവിയെ കുറിച്ച്, അത് മൗലവി മുഹമ്മദ് ലഖുവാലയാണെന്ന് തോന്നുന്നു, പറഞ്ഞു, അദ്ദേഹത്തിനും ഇൽഹാം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തോട് എഴുതി ചോദിക്കാം, മീർസ സാഹിബിന്റെ വാദത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? 1 മാസത്തിന് ശേഷം ഈ മൗലവിയുടെ മറുപടി വന്നു. മൗലവി സാഹിബിന്റെ മറുപടി കേട്ടാലും ഞാൻ ദുആ ചെയ്തിരുന്നു, അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. മീർസ സാഹിബ് കാഫിറാണ്. ഞാൻ ഒരു ജോലിക്കായി ബദർവായിൽ പോയതായിരുന്നു. ജമ്മുവിൽ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കത്ത് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഇൽഹാം നൽകിയ ദൈവം നൗദുബില്ല വളരെ ഭീരുവായൊരു ദൈവമാണ്. മിർസ സാഹിബിനെ കാഫിറാണെന്നും പറയുന്നു, കൂടെ തന്നെ സാഹിബാണെന്നും പറയുന്നു. അദ്ദേഹം ഈ കാര്യമാണ് ഇതിൽ നിന്ന് എടുത്തു കാണിച്ചത്. പറയുന്നു, മിർസ സാഹിബ് കാഫിറാണ്. അള്ളാഹു പറയുന്നു കാഫിറാണ്. കൂടെ തന്നെ വളരെ ബഹുമാനം തോന്നിക്കുന്ന സാഹിബ് എന്ന വാക്കും ഉപയോഗിക്കുന്നു. ഇത്രമാത്രം ഭീരുവായ ദൈവത്തിന്റെ ഇൽഹാമിൽ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം തെളിവുകൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ഹക്കീം അബ്ദുൽ സമദ് ഖാൻ സാഹിബ് അബ്ദുൽ ഗനി സാഹിബിന്റെ മകൻ, ഇദ്ദേഹം ഡൽഹിക്കാരനായിരുന്നു. എഴുതുന്നു, അദ്ദേഹം 1905 ബയ്യത്ത് ചെയ്തത്. 1991 ഒരു മൗലവി സാഹിബിൽ നിന്നും ഞാൻ ജലാലൈൻ പഠിക്കാറുണ്ടായിരുന്നു. അതിൽ യാ ഈസ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ എന്ന ആയത്ത് എത്തിയപ്പോൾ അതിന്റെ തഫ്സീറിൽ എഴുതിയിരുന്നു, റാഫിഉക ഇലയ്യ മിനദ് ദുനിയ മിൻ ഗൈരി മൗത്തിൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഈ മിൻ ഗൈരി മൗത്തിൻ എന്നുള്ളത് എവിടെ നിന്നാണ് വന്നത്? ഇത് മൂലവാക്യത്തിന്റെ വ്യാഖ്യാനമാണോ അതോ അതിന് എതിര് പറയുകയാണോ? ഇതിനെക്കുറിച്ച് രാത്രിയിൽ ചിന്തിച്ച് 2 മണിയായി. അവിചാരിതമായി പിതാവിന്റെ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം എന്നോട് ഉണർന്നിരിക്കാനുള്ള കാരണം അന്വേഷിച്ചു. ഞാൻ യഥാർത്ഥ കാര്യം കേൾപ്പിച്ചു പറഞ്ഞു, മിയ ഉസ്താദ് എന്തിനാണ്? നീ രാവിലെ പോയി മൗലവി സാഹിബിനെ കണ്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഞാൻ രാവിലെ മൗലവി സാഹിബിന്റെ അടുത്ത് പോയി മുഴുവൻ കഥയും കേൾപ്പിച്ചു. മൗലവി സാഹിബ് പറഞ്ഞു, മിയ ആദ്യകാലത്തുള്ളവർ മുതൽ അവസാന കാലത്തുള്ളവർ വരെ എല്ലാവരുടെയും വിശ്വാസം ഇതാണ്. ഇതിനെക്കുറിച്ച് നീ കലഹിക്കരുത്.
ഈ പ്രശ്നം തുടക്കം മുതൽ തന്നെ ഇങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് നീ ഇത് ഉപേക്ഷിക്ക്. എന്നാൽ ഞാൻ പറഞ്ഞു, ഏതുവരെ എനിക്കിത് മനസ്സിലാകുന്നില്ലയോ ഞാൻ മുന്നോട്ട് പോകുന്നതല്ല. ഇത് കേട്ട് അദ്ദേഹം എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്റെ പിതാവിനെ വിളിപ്പിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഉസ്താദാണ്, ഇത് താങ്കളുടെ ശിഷ്യനാണ്, പഠിപ്പിക്കാനാണ് ഞാൻ താങ്കളുടെ പക്കൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെയും നിങ്ങളുടെ ജോലിയുടെയും കാര്യമാണ്, ഞാനിതിൽ ഇടപെടുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് പിതാവ് എഴുന്നേറ്റ് പോയി. മൗലവി സാഹിബ് എന്നോട് വീണ്ടും പറഞ്ഞു, പഠിക്ക്. ഞാൻ പറഞ്ഞു, താങ്കൾ മനസ്സിലാക്കി തരാത്തിടത്തോളം ഞാൻ എങ്ങനെ പഠിക്കാനാണ്? ഇത് കേട്ടപ്പോൾ മൗലവി സാഹിബിന് ദേഷ്യം വന്നു. അദ്ദേഹം എന്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിനക്ക് ഭ്രാന്തായിരിക്കുന്നു, ഒരു മീർസാക്കും ഭ്രാന്തായിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഈ മീർസ ആരാണ്? അദ്ദേഹത്തിന് ആ സമയത്ത് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു, ഈ മീർസ ആരാണ്? അതോടൊപ്പം തന്നെ ഞാൻ ഏതോ യാഥാർത്ഥ്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായി. ഏതായിരുന്നാലും ഇത് എന്റെ ചിന്താഗതിയല്ല. എന്റെ ഹൃദയത്തിലുള്ള ഈ ചിന്താഗതിക്ക് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിന് എന്തോ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ സമയം പാഴാക്കിയില്ല. ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞു, ഏതുവരെ താങ്കൾ മനസ്സിലാക്കി തരുന്നില്ലയോ ഞാൻ മുന്നോട്ട് പോകുന്നതല്ല. ഇത് ദീനാണ്. ദീനിൽ ബലാത്കാരം അനുവദനീയമല്ല. ഇന്ന് താങ്കൾ മുഖത്തടിച്ചുകൊണ്ട് എന്നെ താങ്കളുടെ വിശ്വാസത്തിൽ ഉൾപ്പെടുത്തും. നാളെ മറ്റൊരു മൗലവി സാഹിബ് 2 മുഖത്തടി തന്ന് അതിന് എതിരിലാക്കും. മറ്റന്നാൾ വേറൊരാൾ 3 അടി നൽകി അതിനും എതിരിലാക്കും. അതുകൊണ്ട് ഇതെന്ത് തമാശയാണ്? ഞാൻ ഒരിക്കലും പഠിക്കുന്നതല്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പഴയ ആളുകൾ ഒരു കാര്യവും വെറുതെ വിശ്വസിക്കാറുണ്ടായിരുന്നില്ല, മറിച്ച് വളരെ ഗഹനതയിൽ ചെല്ലാറുണ്ടായിരുന്നു. പറയുന്നു, ഈ കലഹത്തിൽ 11 മണിയായി, എന്നാൽ ഞാൻ പഠിക്കാൻ തയ്യാറായിരുന്നില്ല, പഠിക്കുകയും ചെയ്തില്ല. വൈകുന്നേരം മറ്റൊരു ഉസ്താദിന്റെ പക്കൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഭ്രാന്തായിരിക്കുന്നു, ഒരു മിർസാക്കും ഭ്രാന്തായിരിക്കുന്നു. അയാളും അതേ കാര്യം തന്നെ പറഞ്ഞു. നീ ഇന്ന് ഇതിന്റെ അർത്ഥം ചോദിക്കുന്നു. വേറെ ഒരാളുണ്ട് മീർസ എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞു. ഇതുമൂലം എന്റെ ഹൃദയം കൂടുതൽ ദൃഢമായി തീർന്നു. എന്റെ കാര്യം ബലഹീനമല്ല. പിന്നീട് 3ാമത്തെ ഉസ്താദ് മൗലവി അബ്ദുൽ വഹാബ് സാഹിബിന്റെ പക്കൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് വലിയൊരു കഥയാണ്, ഇതിന്റെ ഒരു വാദിയുണ്ട്. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് ഈസ വഫാത്തായിരിക്കുന്നു. ഏതൊരു ഈസയെയാണോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഞാനാണ്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാര്യം എനിക്ക് മനസ്സിലായി, എന്നാൽ 2ാമത്തെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഞ്ചാബിൽ പോയിരുന്നു, 22 ദിവസം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ മൗലാന നൂറുദ്ദീൻ ആണ്. ഹിക്മത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ആരും തന്നെയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ദീനീ ദർസുകളും കേട്ടിട്ടുണ്ട്. വലിയ വലിയ മൗലവി അദ്ദേഹത്തിന്റെ മുമ്പിൽ ശ്വസിക്കുക പോലുമില്ല. അദ്ദേഹത്തിന്റെ ബയ്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഈ മൗലവി സാഹിബ് ബയ്യത്ത് ചെയ്തിരുന്നു, എന്നാൽ ഈ യുവാവിന്റെ മുമ്പിൽ ആദ്യം പറഞ്ഞില്ല. കാരണം അദ്ദേഹം എതിർപ്പിനെ ഭയപ്പെട്ടിരുന്നു. എന്നോട് പറഞ്ഞു, ഉച്ചത്തിൽ പറയരുത്, മൗലവി അബ്ദുൽ ഗഫൂർ സാഹിബ് കേൾക്കും. അവിടെ അനഹമ്മദിയായ മറ്റൊരു മൗലവി ഇരിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം കേൾക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഭയവുമില്ല. സത്യം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് എനിക്ക് എങ്ങനെ വിട്ടുനിൽക്കാൻ സാധിക്കും? ഏതായിരുന്നാലും അങ്ങനെ പഠിച്ച് 1905 കാലഘട്ടമായി. പറയുന്നു, ഞാൻ പഠനം തുടർന്നു. 1905 ആയി. ആ വർഷം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഡൽഹിയിൽ വന്നു. അലിഫ് ഖാൻ സാഹിബ് സിയാഹിവാലയുടെ വിശാലമായ ഭവനത്തിൽ ആഗതരായി. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാനും പോയി. ഞാൻ എതിരാളികളായിരുന്ന മൗലവിമാരോടൊപ്പമാണ് പോയിരുന്നത്. അതിൽ വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ പേരും. ഞങ്ങളുടെ നേതാവ് മൗലവി മുഷ്താഖ് അലി ആയിരുന്നു. അദ്ദേഹം ഹദ്റത്ത് സാഹിബിനെ കുറിച്ച് ഏതാനും ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, താങ്കൾ അല്പം ക്ഷമിച്ചാലും. എന്നിട്ട് ഹദ്റത്ത് മുഫ്തി സാദിഖ് സാഹിബിൽ നിന്ന് പേപ്പറും മഷിയും പേനയും വാങ്ങി ഒരു ലേഖനം എഴുതി. എന്നിട്ട് അത് മൗലവി മുഷ്താഖ് അലി സാഹിബിന് നൽകി. താങ്കൾ ഇത് വായിച്ചാലും അഥവാ ഏതെങ്കിലും വാക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്നോട് ചോദിക്കുക. കൂടെ തന്നെ ഇതിന് മറുപടിയും എഴുതുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് തന്നെ ഒരു ചെറിയ ലേഖനം എഴുതി. എന്നിട്ട് ആ അനഹമ്മദി മൗലവിക്ക് നൽകി, ഇത് വായിക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. കൂടെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിന് മറുപടിയും എഴുതുക. പിന്നീട് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനഹമ്മദി മൗലവിയോട് പറഞ്ഞു, ആദ്യം താങ്കൾ എന്റെ ലേഖനം വായിച്ചു കേൾപ്പിക്കുക, അതിനുശേഷം അതിനുള്ള മറുപടി താങ്കൾ എഴുതിയത് വായിച്ചു കേൾപ്പിക്കുക. മൗലവി സാഹിബ് മറുപടി എഴുതാതെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലേഖനം വായിക്കാൻ തുടങ്ങി.
ഹദ്രത്ത് സാഹിബ് വീണ്ടും പറഞ്ഞു, താങ്കൾ മറുപടി എഴുതിയിരുന്നുവെങ്കിൽ നല്ലതായിരിക്കും. സ്വയം ഇതിന്റെ മറുപടി എഴുതുകയാണെങ്കിൽ സമയം പാഴാവുകയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇല്ല. എന്നിട്ട് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ലേഖനം വായിക്കാൻ തുടങ്ങി. എനിക്ക് താങ്കളുടെ ഈ ലേഖനത്തിന് മറുപടി എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നാവ് കൊണ്ട് മറുപടി നൽകും. ഏതായിരുന്നാലും അദ്ദേഹം ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ലേഖനം വായിച്ചു കേൾപ്പിച്ചു. മുഴുവൻ ലേഖനവും വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നേരം നിശബ്ദനായി നിന്നു. മറുപടിയൊന്നും തന്നെ നൽകാൻ സാധിച്ചില്ല. കൂടെയുള്ള വിദ്യാർത്ഥികളിൽ ചിലർ പറഞ്ഞു, താങ്കൾക്ക് മറുപടി നൽകാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റാരെയെങ്കിലും നേതാവാക്കുമായിരുന്നു. താങ്കൾ ഞങ്ങളെയും നാണം കെടുത്തി. ഇത് കേട്ടപ്പോൾ മൗലവി സാഹിബ് ഒരു വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചു. മറുപടി നൽകാൻ സാധിച്ചില്ല. ദേഷ്യം കാരണം മുഖത്തടിച്ചു. ആ വിദ്യാർത്ഥി മൗലവി സാഹിബിനെയും അടിച്ചു. മുഫ്തി സാഹിബ്, അഹമ്മദിയായ നമ്മുടെ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് ഈ രണ്ട് അനഹമ്മദികളെയും പിടിച്ചു മാറ്റി. ഇതിനുശേഷം ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസംഗം തുടങ്ങി. ഹദ്രത്ത് സാഹിബിന്റെ പ്രസംഗത്തിൽ ജനങ്ങൾ അല്പം ബഹളമുണ്ടാക്കി. ജമാഅത്തിലെ അംഗങ്ങൾ ഹദ്രത്ത് സാഹിബിന് ചുറ്റും വലയം തീർത്തു. അതിൽ അല്പം സ്ഥലം തുറന്നതായി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി നിന്നു. ആ സമയത്ത് അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. അക്ബർ ഖാൻ എന്നു പേരുള്ള ഒരു അഹമ്മദി ഗുമസ്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ എതിരാളിയാണ് എന്ന് വിചാരിച്ച് എന്നെ അവിടെ നിന്നും തള്ളിമാറ്റി. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ വീണ്ടും അവിടെ പോയി നിന്നു. ഹൃദയത്തിൽ ഹദ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്പം സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആ ഒഴിഞ്ഞ സ്ഥലം നോക്കി ഞാൻ അവിടെ നിന്നു. ആരെങ്കിലും നഷ്ടമൊന്നും വരുത്തരുത് എന്ന് കരുതി. പറയുന്നു, അദ്ദേഹം വീണ്ടും എന്നെ തള്ളിമാറ്റി. രണ്ടാമതും എന്നെ തള്ളിമാറ്റുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ ഹദ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് ഖലീഫ അവൽ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് തള്ളിമാറ്റുന്നത്? അക്ബർ ഖാൻ പറഞ്ഞു, ഹുസൂർ, ഇദ്ദേഹം എതിരാളിയാണ്. മൗലവി സാഹിബ് ചോദിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയോ? വരുന്നവരെ വരാൻ അനുവദിക്കുക. അതിനുശേഷം മൗലവി ചമരിയാവാല എഴുന്നേറ്റ് നിന്നു. ഈ മൗലവി ചമരിയാവാല എന്ന് പറയുന്നതും ഒരു പേരാണ്. അയാൾ ഹദ്രത്ത് സാഹിബിനെ കുറിച്ച് ചില അനാവശ്യ വാക്കുകൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ചമരിയാവാല, നീ അധികം പുലമ്പിയാൽ നിന്റെ നാവ് ഞാൻ വലിച്ചെടുക്കും. ഇത് കേട്ടപ്പോൾ ഹാഫിസ് അബ്ദുൽ മജീദ് അയാളെ വിലക്കി. ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ നില തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിശബ്ദരാവുക. സ്വഭാവത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകരുത്. കാരണം നമ്മുടെ ആളുകൾ തന്നെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് അടികിട്ടും. അതുകൊണ്ട് നിശബ്ദരായിരിക്കുക. പറയുന്നു, ഹദ്രത്ത് സാഹിബ് പ്രസംഗത്തിൽ പറഞ്ഞു, അള്ളാഹു എന്നെ മസീഹ് മൗഊദായി അയച്ചിരിക്കുന്നു. പറഞ്ഞു, തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് എന്നെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കാത്തവർ, അവർ അള്ളാഹു അവരുടെ 5 നേര നമസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ദുആ വളരെയധികം ചെയ്യുക. അതായത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലായ്പ്പോഴും വളരെ അധികമായി ചെയ്യുക. ഏറ്റവും കൂടുതലായി നല്ല ഉദ്ദേശത്തോടുകൂടി 40 ദിവസം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുർക്ക് സത്യം വെളിപ്പെടുത്തുന്നതായിരിക്കും. പറയുന്നു, ഞാൻ അപ്പോൾ മുതൽ തന്നെ തുടങ്ങി. എനിക്ക് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ സത്യം വെളിപ്പെട്ടു. ഞാൻ കണ്ടു ഹാമിദിലെ മസ്ജിദിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നു. ഹാമിദ് ഒരു സ്ഥലത്തിന്റെ ഒരു മഹലിന്റെ പേരാണ്. അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. പറയുന്നു, ഞാൻ ഹദ്രത്ത് സാഹിബിന് ഹസ്തദാനം നടത്തുന്നതിനായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു അന്ധനായ മൗലവി എന്നെ തടഞ്ഞു. ഞാൻ മറ്റൊരു വശത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ അയാൾ ആ ഭാഗത്ത് നിന്നും എന്നെ തടഞ്ഞു. പിന്നീട് 3-ാം പ്രാവശ്യം ഞാൻ മുന്നോട്ട് പോയി ഹസ്തദാനം ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ അയാൾ എന്നെ വീണ്ടും തടഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അയാളെ അടിക്കാനായി കൈ ഉയർത്തി. സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. പറയുന്നു, സ്വപ്നത്തിൽ ഹദ്രത്ത് സാഹിബ് എന്നോട് പറഞ്ഞു, ദേഷ്യപ്പെടരുത്, അടിക്കരുത്. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ ഹുസൂറിന് ഹസ്തദാനം നടത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇയാൾ എന്നെ തടയുന്നു. ഈ സമയത്ത് എന്റെ കണ്ണു തുറന്നു. ഞാൻ രാവിലെ മീർ കാസിം അലി സാഹിബ്, മൗലവി മെഹബൂബ് അഹമ്മദ് മിസ്ത്രി, ഖാദിർ ബക്ഷ് സാഹിബ് എന്നിവരുടെ മുമ്പിൽ ഈ സംഭവം കേൾപ്പിച്ചു. മീർ സാഹിബ് പറഞ്ഞു, അത് എഴുതി വെക്കണം. ഞാൻ എഴുതി. അദ്ദേഹം പറഞ്ഞു, അതിന് താഴെ ഞാൻ ഈ സ്വപ്നം ഹുസൂറിന്റെ സമക്ഷത്തിൽ ബൈഅത്തിനുള്ള മാർഗമായി നിശ്ചയിക്കുന്നു എന്ന് എഴുതുക. ഞാൻ അങ്ങനെ എഴുതി. മൗലവി മെഹബൂബ് അഹമ്മദ് സാഹിബ്, അദ്ദേഹം അഹമ്മദിയായിരുന്നു, പറയുന്നു, നിനക്ക് നിന്റെ പിതാവിന്റെ സ്വഭാവം അറിയില്ലേ? അദ്ദേഹം ഒരു നിമിഷം പോലും നിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക്
അതൊരു പ്രശ്നമല്ല. ഏതായാലും ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ബൈഅത്ത് സ്വീകരിച്ചു. എനിക്കെഴുതി, താങ്കളുടെ ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നു. അഥവാ താങ്കളിൽ ആരെങ്കിലും അസഭ്യത്തിന്റെ ഒരു വൻമല തന്നെ വർഷിച്ചാലും കണ്ണുയർത്തി നോക്കരുത്. എത്ര തന്നെ ചീത്ത വിളിച്ചാലും മറുപടിയായി ഒന്നും പറയരുത്. പറയുന്നു, ഇനി ഞാൻ യഥാർത്ഥ സംഭവത്തിലേക്ക് വരാം. ഹദ്റത്ത് സാഹിബിന്റെ പ്രഭാഷണത്തിന് ശേഷം ഹദ്റത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബ് പ്രസംഗിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് ഹസ്തദാനം നടത്തി. മൗലവി സാഹിബ് പറഞ്ഞു, മിയാ, നീ ദീനിയാത്തിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഹുസൂർ മിഷ്കാത്തും ജലാലൈനും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഫിഖ് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, കദൂരിയും മറ്റൊരു പേര് ശരിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല, അത് പഠിച്ചിട്ടുണ്ട്. ഈ റിവായത്തുകളെല്ലാം കൈകൊണ്ട് എഴുതിയതാണ്, അതുകൊണ്ട് ചില എഴുത്തുകൾ വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മൻതക്ക് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഏതാനും ചില ചെറിയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഹദ്റത്ത് സാഹിബിന് ഹസ്തദാനം നടത്തി. തിരിച്ചു വന്നപ്പോൾ മൗലവി അബ്ദുൽ ഹക്കീം സാഹിബ് പറഞ്ഞു, നീ നിന്റെ കൈ ഷൂ ഉണ്ടാക്കുന്നവർ തോലുകൾ പൊളിക്കുന്ന ചെറിയ ചുരണ്ടി കൊണ്ട് ചുരണ്ടിക്കളയണം. കാരണം നീ മിർസ സാഹിബുമായി ഹസ്തദാനം നടത്തിയിരിക്കുന്നു. ഇനി നിന്റെ കൈയിലെ തൊലി ചുരണ്ടി കളഞ്ഞെങ്കിൽ മാത്രമേ വൃത്തിയാവുകയുള്ളൂ, അല്ലാതെ വൃത്തിയാകുന്നതല്ല. ഈ കൈകൊണ്ട് നീ മിർസ സാഹിബിന് കൈ കൊടുത്തിരിക്കുന്നു. നൗസുബില്ല. ഏതായിരുന്നാലും അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഇതുപോലെ തന്നെ ഹദ്റത്ത് ഗുലാം റസൂൽ സാഹിബ് വസീറാബാദിൽ ഒരു സംഭവം എഴുതുന്നു. പറയുന്നു, വസീറാബാദിന്റെ വടക്കു ഭാഗത്തുള്ള സമ്മൻ രാജ്ഖാൻ എന്ന സ്ഥലത്ത് ഒരു വലിയ കെട്ടിടത്തിൽ രാജോരി സംസ്ഥാനത്തിലെ മുസ്ലിം രാജാക്കന്മാരായ കശ്മീരിലെ രാജാക്കന്മാരാണ് താമസിക്കുന്നത്. അല്ലാവാല എന്നു പേരുള്ള ഒരാൾ രാജ അതാഉല്ല ഖാൻ സാഹിബ് മർഹൂം സഫീർ ഖാദിരിനോട് പോയി പറഞ്ഞു, ആളുകൾ വെറുതെയാണോ ഗുലാം റസൂലിന്റെ പിറകെ കൂടിയിരിക്കുന്നത്? രാജാ സാഹിബ് ചോദിച്ചു, പിന്നെ കാര്യം എന്താണ്? ഇദ്ദേഹം അഹമ്മദിയായിരുന്നു. പറയുന്നു, വെറുതെ പിറകെ കൂടിയിരിക്കുകയാണ്. ഹാഫിസ് സാഹിബിനെ കൊണ്ടുവരിക, എന്നിട്ട് മസീഹിന്റെ ഉയർപ്പിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയിപ്പിക്കുക. അതുപോലെ തന്നെ മസീഹിന്റെ ഇറക്കത്തെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞതും പറയിപ്പിക്കുക. അങ്ങനെ എല്ലാവരിലും വിളംബരം ചെയ്യപ്പെട്ടു. അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി. എനിക്കറിയാമായിരുന്നു ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. അതുപോലെ തന്നെ എന്റെ വാക്കുകൾ ഇവർ ആരും മനസ്സിലാക്കുകയില്ല എന്നും എനിക്കറിയാമായിരുന്നു. ഗുലാം റസൂൽ സാഹിബ് അഹമ്മദിയായിരുന്നു, മനസ്സിലാക്കുകയില്ല എന്നും എനിക്കറിയാമായിരുന്നു. ആലങ്കാരിക രൂപത്തിൽ ഞാൻ സംസാരിക്കും. ഒരാൾ മാത്രമാണ് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിന് കഴിവുള്ള ആളായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹക്കീം സുൽത്താൻ അലി എന്നായിരുന്നു. അദ്ദേഹം എന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ രാജാ സാഹിബ് പറഞ്ഞു, മുസൽമാൻ അല്ലാവാല പറയുന്നു, ഹാഫിസ് സാഹിബ് മസീഹിന്റെ ഉയർപ്പിലും ഇറങ്ങലിലും വിശ്വസിക്കുന്നവനാണ്. ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. ആളുകൾ നിശബ്ദരാകുകയാണെങ്കിൽ ഞാൻ വിവരിക്കാം. അദ്ദേഹം അവിടെ ഏകനായ അഹമ്മദിയായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ജനങ്ങളെ കേട്ടുകൊള്ളുക. വിശുദ്ധ ഖുർആനിൽ ഏതു വിധത്തിലാണ് മസീഹിന്റെ ഉയർപ്പിനെ കുറിച്ച് വന്നിരിക്കുന്നത്, അതുപോലെ ഹദീസിൽ ഏതു വിധത്തിലാണ് മസീഹിന്റെ ഇറക്കത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. ഞാൻ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ആരാണോ ഇത് വിശ്വസിക്കാത്തത് അയാളെ ഞാൻ അവിശ്വാസിയായി ഗണിക്കുന്നു. ഞാൻ അത് പറഞ്ഞു തീർന്ന ഉടനെ ജനങ്ങളിൽ നിന്ന് മുബാറക്ബാദിന്റെ വചനങ്ങൾ വളരെ ശബ്ദത്തിൽ ഉയരാൻ തുടങ്ങി. അന്തരീക്ഷം ശബ്ദമുഖരിതമായി. ഞാൻ ആ സമയത്ത് എത്രയും പെട്ടെന്ന് സദസ്സിൽ നിന്ന് പോകുന്നത് ബുദ്ധിയായി മനസ്സിലാക്കി. അങ്ങനെ അവിടെ നിന്ന് പോയി. എന്നാൽ ഞാൻ വന്നതിന് ശേഷം എന്റെ ചിന്താഗതി അനുസരിച്ച് സുൽത്താൻ അലി എന്നയാൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ രാജാ സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവൻ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് പോയത്. അവനെ ഒന്നുകൂടി വിളിപ്പിക്കൂ. അങ്ങനെ ഞാൻ സദസ്സിന്റെ വാതിലിലൂടെ പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ചാളുകൾ എന്നെ തിരിച്ചു കൊണ്ടുപോകാനായി വന്നു. എന്നാൽ ഞാൻ മറ്റൊരു വഴിയിലൂടെ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. രാത്രി സുഖമായി കഴിഞ്ഞുപോയി. ഫജറിന് ശേഷം രാജാ സാഹിബിന്റെ ഒരു സന്ദേശവാഹകൻ ബാബു ഫസലുദ്ദീൻ സാഹിബ് എന്റെ അടുത്ത് വന്നു പറഞ്ഞു, രാജാ സാഹിബും മറ്റ് മുഹല്ലയിലെ ആളുകളും പറയുന്നു, റഫയുടെയും നസൂലിന്റെയും കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തി കൈവന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇനി എങ്ങനെ തൃപ്തി വരാനാണ്? അദ്ദേഹം പറഞ്ഞു, രാജാ സാഹിബും മറ്റുള്ളവരും പറയുന്നു, ഏതുവരെ താങ്കൾ മിർസ സാഹിബിനെ കാഫിർ എന്ന് പറയുന്നില്ലയോ അതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചു,
ഞാൻ കാഫിർ എന്ന് എന്തിനു പറയണം? അദ്ദേഹം പറഞ്ഞു, മൗലവിമാർ പറയുന്നു. ഞാൻ പറഞ്ഞു, മൗലവിമാർ മിർസ സാഹിബിനെ കാഫിർ എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഞാനും അവരെ കാഫിർ എന്ന് വിളിക്കുന്നു. ഹൃദയത്തിൽ പറഞ്ഞു, മൗലവിമാരെ കാഫിർ എന്ന് പറയുന്നു. അവരെ കാഫിർ എന്ന് വിളിക്കുക എന്നതിന്റെ ഉദ്ദേശം മൗലവിമാരെ കാഫിർ എന്ന് വിളിക്കുകയാണ് എന്നത്. അങ്ങനെ അയാൾ തൃപ്തനായി തിരിച്ചുപോയി മജ്ലിസിൽ ചെന്ന് പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ അവർ മിർസ സാഹിബിനെയും കാഫിർ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സുൽത്താൻ അലി വീണ്ടും പറഞ്ഞു, മിയാ, നീ വീണ്ടും കണ്ണിൽ പൊടിയിട്ട് വന്നിരിക്കുന്നു. അവൻ മൗലവിമാരെയാണ് കാഫിർ എന്ന് പറഞ്ഞത്. ഇതല്ല വേണ്ടത്. വീണ്ടും ചെല്ലുക, എന്നിട്ട് പറയുക, ഞാൻ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൗസുബില്ലാ കാഫിർ എന്ന് വിളിക്കുന്നു എന്ന് എഴുതി വാങ്ങിക്കുക. അയാൾ വീണ്ടും വന്ന് എന്നെ കൊണ്ട് ഇപ്രകാരം പറയിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവസാനം 2 ദിവസം കഴിഞ്ഞു. എന്റെ ഹൃദയവും അല്പം ധൈര്യം സംഭരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ പറഞ്ഞത് തന്നെ മതിയായതാണ്. അതായത് മിർസ സാഹിബിനെ കാഫിർ എന്ന് പറയുന്നവരെ ഞാൻ കാഫിറായി മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾ നിരാശനായി, അൽയൗമ യഹ്സല്ലദീന കഫറു മിൻ ദീനിക്കും ഫലാ തഖ്ശൗഹും വഖ്ശൗനി, വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് അദ്ദേഹം എഴുതിയതാണ്. ഇന്നത്തെ ദിവസം നിഷേധികൾ നിങ്ങളുടെ ദീനിനെ കുറിച്ച് നിരാശരായിരിക്കുന്നു, അതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അള്ളാഹു പറയുന്നു, എന്നെ ഭയപ്പെടുക. പറയുന്നു, പിന്നീട് കേസുകൾ നടക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ എനിക്ക് കളവ് പറയും എന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്ത വ്യക്തികൾ എനിക്ക് നഷ്ടം വരുത്തുന്നതിനായി പരസ്യമായി കോടതികളിൽ കളവ് പറഞ്ഞു. അങ്ങനെ കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസുകളുണ്ടായി. എന്നാൽ ഞാൻ അവർക്ക് ഒരു പ്രാധാന്യം നൽകുമായിരുന്നില്ല. ചുരുക്കത്തിൽ ഈ സംഭവം, അതായത് മിർസ സാഹിബിനെ കാഫിർ എന്ന് പറയുന്നവരെ കാഫിറായി മനസ്സിലാക്കുന്നു എന്നുള്ളത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വിവരിച്ചു. അപ്പോൾ ഹുസൂർ പൊട്ടിച്ചിരിച്ചു. ഹുസൂർ അരുൾ ചെയ്തു, ശ്രദ്ധിക്കുക, ഈമാന്റെ തൃപ്തിയുടെയും ഒരു സ്ഥാനമുണ്ട്. അതായത് ഈമാൻ രക്ഷിക്കാൻ, കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രഹസ്യമായി വെക്കുന്നതും ഒരു സ്ഥാനമാണ്. മുഅ്മിനിൽ വകാല റജുലും മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു എന്ന് സൂറത്തുൽ മുഅ്മിനിൽ പറഞ്ഞതുപോലെ, താങ്കൾ അവസരോചിതമായി പ്രവർത്തിച്ച് കുഴപ്പത്തിൽ നിന്ന് താങ്കളുടെ ജീവൻ രക്ഷിച്ചത് വളരെ നല്ല കാര്യം തന്നെ. ചുരുക്കത്തിൽ അഹമ്മദികളിൽ ഉണ്ടായ പീഡനങ്ങളുടെ കഥയാണ് ഇവ. സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കഥയാണിത്. അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ കഥകളാണിവ. ഇത് പഴയ കഥകളല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് 123 വർഷങ്ങൾ കടന്നു കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെയാണ് അഹമ്മദികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ എതിർപ്പുകൾ എല്ലാം ഉണ്ടായിട്ടും അഹമ്മദിയത്തിന്റെ സംഘം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും. ലോകത്ത് എല്ലായിടത്തും അഹമ്മദികൾ തങ്ങളുടെ ഈമാൻ പ്രകടിപ്പിക്കുന്നതിൽ ദൃഢചിത്തരായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ ഫലാ തഖ്ശൗഹും വഖ്ശൗനി എന്ന കൽപ്പനയെ മുന്നിൽ വെക്കുന്നു. ഭയമുണ്ടെങ്കിൽ ഏതെങ്കിലും സൃഷ്ടിയെക്കുറിച്ചല്ല, മറിച്ച് അള്ളാഹുവിനെയാണ്. അള്ളാഹു ഈമാനിലുള്ള ദൃഢത ജമാഅത്ത് അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. എല്ലായ്പ്പോഴും നിലനിർത്തുക മാത്രമല്ല, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമാറാകട്ടെ. ഇന്ന് സുദൃഢമായ ഈമാനുള്ളവർ കാണിക്കുന്നത് പോലുള്ള ഒരു സംഭവം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഒരു മുതിർന്ന അഹമ്മദിയെ ഷഹീദാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ചൗധരി മുഹമ്മദ് അക്രം സാഹിബ്, ഇബ്നു ചൗധരി മുഹമ്മദ് യൂസുഫ് സാഹിബ്, നവാബ് ഷായെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട ചൗധരി സാഹിബ് മുഹമ്മദ് അക്രം സാഹിബിന്റെ കുടുംബം ഫൈസലാബാദിലുള്ളവരാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് മിയാ ഗുലാം ഖാദിർ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബൈഅത്തിലൂടെയാണ് അഹമ്മദിയത്തിന്റെ ബീജാവാപം ഉണ്ടായത്. അദ്ദേഹം ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തിരുന്നു. ചൗധരി മുഹമ്മദ് അക്രം സാഹിബിന്റെ ജനനം ഫൈസലാബാദ് ജില്ലയിലെ കോഖ്വാൽ എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമായിരുന്നു. ഷഹാദത്ത് സമയത്ത് മിനിഞ്ഞാന്നാണ് ഷഹാദത്ത് നടന്നത്. അദ്ദേഹം തന്റെ പിതാവിനും മൂത്ത സഹോദരങ്ങൾക്കൊപ്പം ഖാൻപൂരിലായിരുന്നു. പിതൃസ്വത്തിൽ ജമീന്ദാറായിരുന്നു. 1960 ഭൂമി വിറ്റ് നവാബ് ഷായിലേക്ക് പോയി. 2005 അദ്ദേഹം ഭാര്യയോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയി. കാരണം അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ. കഴിഞ്ഞ വർഷം നവംബറിൽ എന്തോ അപകടം പറ്റിക്കൊണ്ട് പാകിസ്ഥാനിൽ തിരിച്ചു വന്നതായിരുന്നു. 2010 ഫെബ്രുവരി 29 അദ്ദേഹം തന്റെ പേരക്കുട്ടി
അസീസം മുനീബ് അഹമ്മദ് ഇബിനു റഫീഖ് അഹമ്മദ് സാഹിബിനുമൊത്ത് ഉച്ചക്ക് ഏകദേശം 2 മണിക്ക് അദ്ദേഹത്തിന്റെ മരുമകന്റെ കടയിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു. വീടിന് അടുത്തെത്തിയപ്പോൾ മോട്ടോർ സൈക്കിളിൽ വന്ന 2 അപരിചിതരായ വ്യക്തികൾ അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു. അങ്ങനെ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യാഗം ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കും പുറം ഭാഗത്ത് വെടിയേറ്റു. പിന്നീട് അത് വൻകുടൽ വരെ എത്തി. വൻകുടലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ICU വാർഡിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഹീദ് മർഹൂം 1960 നവാബ് ഷായിലേക്ക് മാറിയതിനു ശേഷം തന്റെ വ്യാപാരത്തോടൊപ്പം അന്നു മുതൽ തന്നെ ജമാഅത്തി തലത്തിലും ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു നീണ്ട കാലം അദ്ദേഹത്തിന് സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. ഏകദേശം 35 വർഷത്തോളം നവാബ് ഷാ ജില്ലയുടെയും പട്ടണത്തിന്റെയും സെക്രട്ടറിമാരായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ജില്ലാ നായിബ് അമീറായും അനുഷ്ഠിച്ചു. ഷഹീദ് മർഹൂം ഉന്നത സ്വഭാവ ഗുണങ്ങളോട് കൂടിയ ആളായിരുന്നു. ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന, അങ്ങേയറ്റം ത്യാഗമനോഭാവമുള്ള മനുഷ്യനായിരുന്നു. ചില ആളുകൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം സെക്രട്ടറിമാരായിരുന്നപ്പോൾ ആരെങ്കിലും ഞാൻ ഇന്ന് ചന്ത നൽകുമെന്ന് പറഞ്ഞാൽ ഫോണിലാണ് പറയുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തോട് എന്റെ അടുത്ത് വരിക എന്ന് പറയുന്നതിന് പകരമായി ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചന്ത വാങ്ങിക്കുകയും രസീത് നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. ജമാഅത്തിനെ കുറിച്ച് ഒരു വേദനയുള്ള വ്യക്തിയായിരുന്നു. പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങളിൽ വളരെ ആവേശത്തോടെ ഭാഗവാക്കാകുമായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേറ്റത്തെ സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു. കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും ഉന്മേഷത്തോടും കേൾക്കുമായിരുന്നു. നവാബ് ഷായിലെ സദർ സാഹിബ് വിവരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാരവാഹികളോടുള്ള ബഹുമാനവും വളരെ കൂടുതലായിരുന്നു. സദർ സാഹിബ് പറയുന്നു, പ്രായം വളരെ കൂടുതലായിരുന്നിട്ടും അദ്ദേഹം എന്നോട് എപ്പോഴും അനുസരണത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുമായിരുന്നു. ഇപ്രാവശ്യം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ കൊണ്ട് നിരാശ്രയരും ദരിദ്രരുമായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിപ്പിച്ചു. അതിൽ അഹമ്മദികളും അനഹമ്മദികളും ഉണ്ടായിരുന്നു. എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ നവാബ് ഷായിലെ ഒരു സെന്റർ ദീർഘകാലമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. അത് അദ്ദേഹം വളരെ പരിശ്രമത്തോടെ തുറപ്പിച്ചു. പിന്നീട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇതിന്റെ കൂടുതലുള്ള നിർമ്മാണം നിങ്ങൾ ആരംഭിച്ചാലും ഞാൻ ഓസ്ട്രേലിയയിൽ തിരിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് നിർമ്മാണത്തിനായി പണം അയച്ചു തരുന്നതായിരിക്കും. എന്നാൽ അള്ളാഹു അവസരം നൽകിയില്ല. അള്ളാഹു ഇനി അതിന്റെ നിർമ്മാണം അവിടെ തന്നെ ജമാഅത്തിന് തന്നെ നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് ഷഹീദാകാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരുമകൾ പറയുന്നു, എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഷഹാദത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇത് സൗഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്നതാണ്. അവസാനം അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹവും പൂർത്തിയായി. ഷഹീദ് മർഹൂമിന്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 5 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. എല്ലാ മക്കളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവാഹിതരാണ്. ഞാൻ പറഞ്ഞതുപോലെ 4 ആൺമക്കളും 1 പെൺകുട്ടിയും ഓസ്ട്രേലിയയിൽ താമസിക്കുകയാണ്. ഒരു മകനും മകളും പാകിസ്ഥാനിലെ നവാബ് ഷായിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ പരിക്ക് പറ്റിയ പേരക്കുട്ടിക്ക് 19-20 വയസ്സാണ് പ്രായം. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണവും വേഗത്തിലുള്ളതുമായ ഷിഫ നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر
بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.